كالزهر في ترافيه والبدر في شرفي والبحر في كرامي والدهر في همامي. കസ്സഹരി പുഷ്പം പോലെയാണ് ഫീ തറഫി അവിടുന്ന് മാർദ്ധവത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് ഒരു പൂവിനെ പോലെയാണ്. അത്രയും മാർദ്ധവമുള്ള ശരീരമാണ്. അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ കയ്യിനെ പോലെ മിനുസമുള്ളൊരു പട്ടും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വൽ ബദരി ഫീ ഷറഫി പവിത്രതയുടെ വിഷയത്തിൽ അവിടുന്ന് ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ രാത്രിയിൽ ഇരുട്ടിൽ നമുക്ക് പ്രകാശം നൽകുന്നു, നിലാവ് നൽകുന്നു. ആ ചന്ദ്രൻ ഉദിക്കലോടുകൂടെ മറ്റുള്ള നക്ഷത്രങ്ങളെല്ലാം വഴിമാറുന്ന രൂപത്തിൽ ആ ചന്ദ്രനെ മാത്രമാണ് ആളുകൾ കാണുന്നത്. അവിടുത്തെ പവിത്രതയുടെ വിഷയത്തിൽ ഈ പറയുന്ന ചന്ദ്രനെ പോലെയാണ് അവിടുന്ന്. വൽ ബഹ്രി ഫീ കറമി ഔദാര്യത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് സമുദ്രം പോലെയാണ്. സമുദ്രം അതിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാം അതിനെ പ്രതീക്ഷിച്ചു വരുന്ന ആളുകൾക്ക് നൽകുന്നത് പോലെ ഇന്ന് കുറെ ആളുകൾക്ക് നൽകിയല്ലോ, അതുകൊണ്ട് നാളെ ഇനി ആർക്കും നൽകുന്നില്ല എന്ന് സമുദ്രം ചിന്തിക്കാറില്ല. അതുപോലെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔദാര്യം. സമുദ്ര സമാനമാണ്. വരുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കും. അനസ് റളിയല്ലാഹു അൻഹു എന്നെ പഠിപ്പിക്കുന്നുണ്ട്, ചോദിച്ചു വന്ന ആരെയും വെറും കൈയോടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കിയിട്ടില്ല. വദ്ദഹരി ഫീ ഹിമമി മനക്കരുത്തിന്റെ വിഷയത്തിൽ കാലം പോലെയാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാനുണ്ട് എന്ന് കരുതിയിട്ട് കാലം വഴിമാറിപ്പോകാറില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നതുപോലെ സത്യം വിളിച്ചു പറയുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി നേരിടേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിമാറിപ്പോകാറില്ല. ആ സത്യം പറയുകയും അതിനുവേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്തത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അതിനെ എല്ലാം കൂടെ ഒരൊറ്റ വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്തും അവിടുത്തെ ശരീര സൗന്ദര്യവും അവിടുത്തെ ദാനശീലവും അവിടുത്തെ പവിത്രതയും എല്ലാം ഒരൊറ്റ വരിയിലൂടെ ഉപമകൾ നൽകി ആവിഷ്കരിക്കുകയാണ് മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു.